അള്ളാഹുവിൻ്റെ ദീൻ അത് എളുപ്പമുള്ള സൗമ്യതയുള്ള ദീനാണ്. അതിലെന്തില്ല, കാഠിന്യമില്ല, അത് കടുപ്പമല്ല, പ്രയാസമല്ല, മറിച്ച് അത് എളുപ്പമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇന്നദ്ദീന യുസ്റുൻ ഇന്നദ്ദീന യുസ്റുൻ വല യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബ. ദീൻ എന്നത് യുസ്റാണ്, എളുപ്പമാണ്. ദീൻ എളുപ്പമാണ്. നോക്കൂ നിങ്ങൾ, 5 നേരത്തെ നിസ്കാരം എത്ര എളുപ്പമാണ്. ഒരു നിസ്കാരത്തിന് എത്ര സമയം വേണ്ടി വരും? ഒരു 10 മിനിറ്റ്, അല്ലെങ്കിൽ അതിൽ കുറവ്, അതിലല്പം കൂടുതൽ. ഒരു ഫർദായ നിസ്കാരത്തിന് നേരമാണ്. ഇത് 5 തവണ നിർവഹിക്കുക എന്നത് എത്ര എളുപ്പമുള്ള കാര്യമാണ്. റമദാനിൽ 1 മാസമേ നോമ്പുള്ളൂ. രാവും പകലും വ്യത്യാസമില്ലാതെ പട്ടിണി കിടക്കേണ്ടതില്ല, പകൽ സമയം മാത്രം. സക്കാത്ത് അത് സമ്പന്നൻ, ഒരു പരിധി എത്തിയ സമ്പത്തുള്ളവൻ മാത്രമാണ് കൊടുക്കേണ്ടത്. അവനവൻ്റെ സമ്പത്ത് മുഴുവൻ കൊടുക്കണ്ട, പകുതി കൊടുക്കണ്ട, കാൽഭാഗം കൊടുക്കണ്ട. പിന്നെ 40% മാത്രം, 40% അതാണ് 2.5%. അതുമാത്രം. അതാകട്ടെ പാവപ്പെട്ടവന് വളരെ ഉപകാരമാണ്. പണക്കാരൻ അതുകൊണ്ട് യാതൊരു ഉപദ്രവവുമില്ല. ഹജ്ജ് ജീവിതത്തിൽ 1 തവണ മാത്രമാണ്, 1 തവണ മാത്രമേ നിർബന്ധമുള്ളൂ. ഇങ്ങനെ എളുപ്പമാണ് അള്ളാഹുവിൻ്റെ ദീൻ. അള്ളാഹുവിൻ്റെ ദീൻ അത് എളുപ്പമാണ്. വല യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബ. ദീനിനെ ആരെങ്കിലും കടുപ്പിക്കാൻ ശ്രമിച്ചാൽ ദീൻ അവനെ പരാജയപ്പെടുത്തി കളയും. ഈ നിർബന്ധ കാര്യങ്ങൾ തന്നെ എന്തെങ്കിലും പ്രയാസം വന്നാൽ അതിൽ വരുന്ന ഇളവുകൾ നോക്കൂ നിങ്ങൾ. നിസ്കാരത്തിൽ ഒരു യാത്രക്കാരൻ അവന് ജംഅ ചെയ്യാം, അവന് ഖസ്ർ ചെയ്യാം. നോമ്പ് നിർബന്ധമായവന് നോമ്പ് ആ സമയത്ത് ഒഴിവാക്കാം. അവന് പിന്നീട് അവന് സാധിക്കുന്ന സമയത്ത് എടുത്തു വീട്ടിയാൽ മതി. ഒരിക്കലും സാധിക്കാത്ത, ഇനി സാധിക്കുകയില്ല എന്ന് വന്നാൽ അതിനു പകരം ഒരു സാധുവിന് ഭക്ഷണം കൊടുത്താൽ മതി. നമുക്ക് സാധിക്കുന്നതല്ലാതെ അല്ലാഹു റബ്ബുൽ ആലമീൻ ഏൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ സാധിക്കുന്നത് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ പദത്തെ വിശദീകരിച്ചുകൊണ്ട് പറയാൻ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. അള്ളാഹു ഒരാളെയും അതിൻ്റെ വുസ്അ അല്ലാതെ ഏൽപ്പിച്ചിട്ടില്ല. വസിഅ, വാസിഅ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ അർത്ഥം എന്താണ്. വിശാലത അറിയിക്കുന്ന പദമാണത്. അത് ഒരാൾക്ക് സാധിക്കുന്നത് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടോ? ഒരിക്കലുമില്ല. 5 നേരം നിസ്കരിക്കാൻ ഇത്രയും റക്അത്തുകൾ ഇത്ര സമയത്ത് ഇതേ ഒരാൾക്ക് സാധിക്കുള്ളൂ, അതിൽ കൂടുതൽ സാധിക്കും. പക്ഷെ അള്ളാഹു ഏൽപ്പിച്ചത് ഒരാളുടെ കഴിവിന് സാധിക്കുന്നത് മുഴുവൻ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല, മറിച്ച് കഴിവിൽ പെടുന്നതേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്, കഴിവിൽ പെടുന്നതേ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളൂ. അതാണ് വുസ്അഹ എന്ന പദത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഒരാൾക്ക് നന്മയിൽ ധാരാളമായി മുന്നേറാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് ഖൈറുകൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കണം എന്നൊരാൾക്ക് ആഗ്രഹം തോന്നുന്നു. അയാളുടെ മുന്നിൽ അള്ളാഹു വാതിൽ അടച്ചിട്ടില്ല. ധാരാളം ഖൈറുകളുടെ വാതിലുകളടതാ, എത്രയോ ഖൈറുകളുടെ നന്മകളുടെ വാതിലുകൾ, കവാടങ്ങളതാ. സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് സ്ഥിരപ്പെട്ട സുന്നത്ത് നോമ്പ്, സുന്നത്തായ നോമ്പുകൾ എത്രയുണ്ട്. ഒരാൾക്ക് ഏറ്റവും കൂടിയത് 1 ദിവസം നോമ്പ്, 1 ദിവസം നോമ്പില്ലാതെ, അങ്ങനെ 1-2 ദിവസങ്ങളിൽ നോമ്പെടുക്കാം. സദഖ ഒരാൾക്ക് ധാരാളമായി നൽകാം. ഹജ്ജ് ഒരാൾക്ക് ആവർത്തിക്കാം. ഇങ്ങനെ നന്മ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് മുന്നിൽ അള്ളാഹു വാതിലുകൾ അടച്ചിട്ടില്ല. എന്നാലോ ഒരു പ്രയാസം തോന്നുകയാണ്, അവന് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ സാധിക്കാത്ത അള്ളാഹു ഏൽപ്പിച്ചിട്ടുമില്ല. യാ സുബ്ഹാനല്ലാഹ്, എത്ര എളുപ്പമുള്ള ദീനാണ്.